ഇസ്രായേലിലെ നമ്മുടെ പ്രായമായവർക്ക് ദിനംപ്രതി നേരിടേണ്ടി വരുന്ന ഒരു വേദനാജനകമായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അവരുടെ അന്തസ്സുള്ള ജീവിതം നമ്മൾ എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട പ്രായമായവർ ദിനംപ്രതി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കാനും കുളിക്കാനും വസ്ത്രം മാറാനും വ്യക്തിശുചിത്വം പാലിക്കാനുമുള്ള ലളിതമായ കാര്യങ്ങൾ പോലും വലിയ വെല്ലുവിളിയായി മാറുന്നു. പലർക്കും ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിരന്തരമായ സഹായം ആവശ്യമുള്ള സങ്കീർണമായ ജോലിയാണ്. ഇത് അവരുടെ സ്വാതന്ത്ര്യബോധത്തെയും വ്യക്തിപരമായ അന്തസ്സിനെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ശാരീരികമായ ഈ ബുദ്ധിമുട്ടുകൾക്കപ്പുറം ഒരു കഠിനമായ സാമ്പത്തിക യാഥാർത്ഥ്യമുണ്ട്. പല പ്രായമായവരും കുറഞ്ഞ വരുമാനത്തിലാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ വികലാംഗ പെൻഷനുകളെ മാത്രമാണ് അവർ ആശ്രയിക്കുന്നത്. ഇതിന്റെ ഫലമായി അവരുടെ ജീവിത നിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്താൻ കഴിയുന്ന നൂതന പരിഹാരങ്ങളായ ചികിത്സാ റോബോട്ടുകൾ പോലുള്ളവ മിക്കവർക്കും ലഭ്യമല്ലാതായി മാറുന്നു. ഇത് ശരിക്കും ഖേദകരമാണ്. കാരണം ചികിത്സാ റോബോട്ടുകൾ ഒരു ആഡംബരമല്ല, അവ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നഴ്സിംഗ് വ്യവസായത്തിലെ ജോലിഭാരം കുറയ്ക്കാനും മനുഷ്യശക്തിയുടെ കുറവ് നികത്താനും എല്ലാറ്റിനുമുപരിയായി പ്രായമായവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ആത്മവിശ്വാസവും നൽകാനും ഇവയ്ക്ക് കഴിയും. ഈ സാങ്കേതികവിദ്യ ആളുകൾക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള കഴിവ് തിരികെ നൽകുന്നു. അവർക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാനും കുളിക്കാനും വസ്ത്രം ധരിക്കാനുമുള്ള കഴിവ് സങ്കല്പിച്ചു നോക്കൂ. ഇത് അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന സന്തോഷം ചെറുതായിരിക്കില്ല. അവർക്ക് ഇനി മറ്റൊരാളെ പൂർണ്ണമായി ആശ്രയിക്കേണ്ടി വരില്ല. ഓരോ തവണയും സഹായം ചോദിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന നാണക്കേടും നിസ്സഹായതയും ഒഴിവാക്കപ്പെടും. ഈ വിഷയത്തിലുള്ള നമ്മുടെ മനോഭാവം മാറ്റേണ്ട സമയമാണിത്. നൂതന ചികിത്സാ പരിഹാരങ്ങൾ, പ്രത്യേകിച്ചും ചികിത്സാ റോബോട്ടുകൾ, ആരോഗ്യ പരിരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഒരു ശരിയായ സാമൂഹിക ചുവടുവയ്പ് മാത്രമല്ല, ആരോഗ്യ സംവിധാനത്തിലും സമൂഹത്തിലും ഒരുമിച്ച് നടത്തുന്ന ഒരു മികച്ച നിക്ഷേപം കൂടിയാണ്. ഇത് നഴ്സിംഗ് മേഖലയിലെ ജീവനക്കാരുടെ ക്ഷാമം ലഘൂകരിക്കാനും അവരുടെ ജോലിഭാരം കുറയ്ക്കാനും സഹായിക്കും. അതിലൂടെ അവർക്ക് കൂടുതൽ ശ്രദ്ധയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ പ്രായമായവർക്ക് മികച്ച പരിചരണം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യാം. ഇതിലൂടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഈ സാങ്കേതികവിദ്യ ചുരുക്കം ചിലർക്ക് മാത്രം സ്വന്തമായിരിക്കില്ല, മറിച്ച് ആവശ്യമുള്ള എല്ലാവർക്കും ലഭ്യമാകും. കാരണം സ്വാതന്ത്ര്യം, അന്തസ്, ജീവിത നിലവാരം എന്നിവ ആരുടെയും പ്രത്യേക അവകാശങ്ങളല്ല. അവ ഓരോ വ്യക്തിയുടെയും അടിസ്ഥാനപരമായ അവകാശങ്ങളാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നത് നമ്മുടെ സമൂഹത്തിന്റെ മാനുഷിക മൂല്യങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഈ സംരംഭത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ വയോധികർക്ക് വേണ്ടി എങ്ങനെ നിലകൊള്ളാമെന്നും അറിയണമെങ്കിൽ അടുത്ത വീഡിയോ കാണുക.